ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്. അത് നമ്മുടെ മത്തി മുട്ടയാണ്. അപ്പം ഇന്ന് കുറച്ച് മത്തി മേടിച്ചപ്പം, ഇപ്പം മുട്ട സീസൺ അല്ലേ, മത്തി മേടിച്ചപ്പോൾ കുറച്ച് മുട്ട അതിലുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരും. ഈ മുട്ട വെച്ച് പെട്ടെന്നൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കും. പിന്നെ ചിലപ്പം അമ്മമ്മ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ മത്തി മീനിനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിക്കും. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിക്കുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈ ആണ്, മത്തി ഫ്രൈ. അപ്പം ഈ മത്തി എന്ന് പറയുന്ന സാധനം വെച്ചാൽ ഭയങ്കര എനിക്കിഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്മെല്ല് കാണും, പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റാണ്, നല്ലതാണ്. ഒമേഗ ഫാക്റ്റ് ഒരുപാട് മത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കാണാൻ തട്ടിക്കോണം, കാരണം അത്രയ്ക്ക് നല്ല ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മത്തിയുടെ മുട്ട വെച്ച് പെട്ടെന്നൊരു ഫ്രൈ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, ഇതിനാവശ്യമായി വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക്, ഉപ്പ്. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൽ മസാലയായിട്ട്. വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ കൂടുതൽ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ ഇതിനാവശ്യമായി വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ലേശം ഉപ്പ്, നമ്മുടെ കണക്കിനനുസരിച്ച് ഉപ്പ് അതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ സാധാരണ പൊടി ഉപ്പാണ് യൂസ് ചെയ്യണത്. കല്ലുപ്പാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ പൊടി ഉപ്പ്, കൂടുതൽ പൊടി ഉപ്പാണ് യൂസ് ചെയ്യണം. അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ മറന്നുപോയി, അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ വറുത്ത കരിവേപ്പിലയാണേ ഞാൻ ഇട്ട് കൊടുത്തത്. യഥാർത്ഥത്തിൽ പച്ച കരിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞത്. കരിവേപ്പിലേൻ്റെ വറുത്ത കരിവേപ്പില ഇവിടെ നമുക്ക് കരിവേപ്പില കിട്ടത്തില്ല, അപ്പോൾ ഒരുമിച്ച് മേടിച്ച് വറുത്ത് വയ്ക്കുകയെ നമ്മളിവിടെ. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് വച്ചിരിക്കണം. എന്നിട്ട് ചീഞ്ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വേറെ ഒരു എണ്ണയോ ഒന്നും എടുക്കാൻ പാടില്ല, സൺഫ്ലവറോ ഒന്നും, വെളിച്ചെണ്ണ തന്നെ വേണം. എന്നിട്ട് നമുക്ക് ഈ മസാല പിടിച്ച് ഒരു 10 മിനിറ്റ് മസാല ആവണം. എന്നിട്ട് അതിനെടുത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കാം. ചീഞ്ചട്ടിയിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇട്ട് കൊടുത്ത ശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ മൊരിച്ചെടുക്കണം. മൊരിച്ചെന്ന് വെച്ചാൽ കൂടുതൽ കരിഞ്ഞു പോവല്ലേ, പാകത്തിന്, നിങ്ങളെ പാകത്തിന് ഏതാണോ ആ രീതിയിൽ മൊരിച്ചെടുക്കുക. എടുത്ത ശേഷം നമുക്കതിനെ, ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തിലേക്ക് കഴിക്കാൻ മാറ്റി വയ്ക്കാം. ഇന്നിതാ മരിച്ചിനിയും അവിച്ച മീനും പിന്നെ പരുവുണ്ട്. അപ്പം